ഈ പുതിയ കേരളം ഉണ്ടാക്കുന്നതിൽ യുവജനങ്ങളുടെ ഒരു ക്രിയാത്മകമായ പങ്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ വിദ്യാർത്ഥികൾ കേരളത്തിലെ കലാലയങ്ങൾ ഏത് രീതിയിലാണ് ഈ ഒരു നവകേരള നിർമ്മിതിയിൽ ആവേണ്ടത്, അങ്ങനെ ഒരു സങ്കല്പം ഈ പുതിയ കാലത്തെ കുട്ടികൾക്കുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ നാട്ടിലെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും യുവതയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് കേരളത്തിൻ്റെ മാറ്റത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ നടത്തിയതെന്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സമസ്ത മേഖലകളിലെയും മുഖമാറ്റാണ്. ഇപ്പോൾ 2016 മുൻപ് ഉണ്ടായിരുന്ന കേരളമല്ല നമ്മുടെ മുൻപിലുള്ളത്. ഒരു 50 വർഷത്തിന് ഇപ്പുറം എങ്ങനെയായിരിക്കണം നമ്മുടെ നാട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് ഒരു ഭരണകൂടം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലകളിലും ആ ഒരു മാറ്റം പ്രകടമാണ്. ഇപ്പോൾ ഈ ഒരു സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ നേരത്തെ കുട്ടട സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള രേഖ വികസന കാഴ്ചപ്പാട് അത് ഈ മുഖം മാറ്റ പ്രക്രിയയുടെ വേഗത ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കൂടുതൽ കരുത്തോടെ കൂടുതൽ മികച്ച നിലയിലേക്ക് ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് സമയത്തുണ്ടായിട്ടുള്ള മാറ്റം 2016 മുൻപ് ഉണ്ടായിരുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഇവിടെ പഠിക്കാൻ പാഠപുസ്തകത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ടി വന്നിരുന്നൊരു വിദ്യാർത്ഥി സമൂഹം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പൊതുവിദ്യാലയങ്ങൾ പൂട്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒലിക്കുന്ന ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കേണ്ടി വന്ന വിദ്യാർത്ഥി സമൂഹമായിരുന്നു നമ്മുടെ മുൻപിലുണ്ടായിരുന്നത്. എന്തിനേറെ എൻ്റെ മകനോ മകളോ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് എന്തോ മോശപ്പെട്ട കാര്യമായിട്ട് കരുതിയിരുന്ന രക്ഷിതാക്കളുടെ നാടായിരുന്നു കേരളം. അവിടെ നിന്നും 9 വർഷത്തിനിപ്പുറം എൻ്റെ കുട്ടികൾ സർക്കാർ സ്കൂളിലാണ് പൊതുവിദ്യാലയത്തിലാണ് പഠിക്കുന്നതെന്ന അഭിമാനത്തോടെ രക്ഷിതാക്കൾ പറയുന്ന നാടായിട്ട് കേരളം മാറ്റപ്പെട്ടു. അങ്ങനെ വിദ്യാഭ്യാസ മേഖല എന്നുള്ള സമസ്ത മേഖലകളിലും ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മുടെയൊക്കെ കൺമുന്നിലൂടെ വന്നിട്ടുള്ള മാറ്റമാണ്. സ്വാഭാവികമായും കൂടുതൽ മുന്നോട്ട് പോകുക എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ആ കാഴ്ചപ്പാടിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ ഒക്കെ തുടർച്ചയാണ് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള രേഖ. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ നാട്ടിലെ സമസ്ത മേഖലകളിലെ മനുഷ്യർ അതിനെ കാണുന്നത്. വളരെ മികച്ച റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിനകത്ത് തർക്കമില്ല.